നമസ്കാരം. ആധുനിക ശാസ്ത്രത്തിന്റെ വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ജനിതക സസ്യങ്ങൾ അല്ലെങ്കിൽ GM ക്രോപ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും അധികം ചർച്ചകൾ നടക്കുകയും എതിരഭിപ്രായങ്ങൾ വരികയും ചെയ്യുന്ന ഒരുപാട് ആശങ്കകൾ ഉന്നയിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഈ ജനിതക സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ടും അതേപോലെ ഇങ്ങനെ ഒരു ചർച്ച ഒരുക്കുന്നത് വഴി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശേഖരിച്ച് ഒരു പുതിയ അവലോകനം നടത്താനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സെഷനിലേക്ക് നമുക്ക് പല അഭിപ്രായങ്ങളും പലരുടെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അപ്പൊ ചർച്ചയിൽ എല്ലാവരും പങ്കെടുക്കുക. ഇന്ന് നമുക്ക് എക്സ്പേർട്സ് ആയിട്ട് വന്നിട്ടുള്ളത് വളരെ പ്രഗത്ഭരായിട്ടുള്ള ബൊട്ടാനിസ്റ്റുകളാണ്. അപ്പോൾ അതിലാദ്യം നമ്മള് കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നതിനായി ക്ഷണിക്കുന്നത് എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ ബോട്ടണി വിഭാഗം മേധാവിയും അതേപോലെ തന്നെ ഗവേഷകനും അധ്യാപകനും ഒക്കെയായി ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ സാറാണ്. സാറിന്റെ മധുസൂദനൻ സാറിനെ ഏറെ സ്നേഹത്തോടു കൂടി സാറിന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നതിന് ക്ഷണിക്കുകയാണ്. താങ്ക് യു. ഞാൻ നിന്ന് സംസാരിക്കാൻ എനിക്കിഷ്ടം നിൽക്കാനാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അവതാരികയായിട്ടുള്ള അർച്ചന ടീച്ചർ, ഏറ്റവും ബഹുമാനപ്പെട്ട സജീവ് സാർ, എൻ്റെ ആത്മമിത്രങ്ങളായിട്ടുള്ള കുറേ സാറന്മാരൊക്കെ ഇവിടെയുണ്ട്. പ്രത്യേകിച്ചിട്ട് രഞ്ജന ടീച്ചർ, എനിക്ക് തോന്നുന്ന ടീച്ചറാണ് എനിക്ക് പണി തന്നത്. ടീച്ചർ, പിന്നെ സാറിനെ ഞാൻ കണ്ടു. പക്ഷെ എനിക്കൊരു സങ്കടം എപ്പോഴും ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് എല്ലാവരോടും, അതായത് നമ്മളെ കേൾക്കാൻ ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ മഴമരത്തിൻ്റെ കീഴിൽ മരതകം എന്ന പേരിൽ അല്ലെ നല്ലൊരു ഇതൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു വലിയൊരു അന്നവിചാരം അല്ലെ, ഭക്ഷണത്തെ പറ്റി അന്നവിചാരം മുന്നവിചാരം അതിനെപ്പറ്റി സംസാരിക്കുക. അത് കേൾക്കാൻ കുറച്ച് കുട്ടികൾ, കുറച്ച് ആൾക്കാർ വേണമായിരുന്നു. കുറച്ച് സാരമില്ല, പക്ഷെ ഉള്ളവരുടെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ചർച്ചകൾ ഫലപ്രദമാവുകയുള്ളൂ. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഈ പരിപാടിക്ക് വന്നത് എന്നുള്ളത് എനിക്കൊന്ന് നേരത്തെ വിജയൻ സാർ പറയുന്നത് ഞാൻ കേട്ടു. യു ഷുഡ് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ഉണ്ടാക്കുക. ഞാനിതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ താഴെയുള്ള ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ മാത്രമേ ഈ GM ട്രാൻസ്ജീനിക് ക്രോപ്സിനെ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ GM വിളകളും GM ഭക്ഷണവും. പക്ഷെ അത് ഇങ്ങനെ ഒരു അവസരം എടുക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി പഠിക്കാൻ വരും. അപ്പോൾ അങ്ങനെ പഠിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്, എനിക്ക് കുറച്ച് കണക്കുകളൊക്കെ പറഞ്ഞാൽ മാത്രമേ സത്യത്തിൽ ഈ ഒരു വളരെ നല്ല ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകർ ഏറ്റവും അധികം അഭിനന്ദിക്കേണ്ടത് ഈ സെലക്ഷൻ ഓഫ് ടോപ്പിക്കാണ്. ആ ടോപ്പിക്ക് പ്രകൃതിയും ശാസ്ത്രവും നേർക്കുനേർ, ഭക്ഷണത്തിലെ ജനിതക ഇടപെടലുകൾ. സത്യത്തിൽ ഈ ഒരു സബ്ജക്റ്റിനെ കാണുമ്പോൾ ഞാൻ ആദ്യം ഓർത്തു പോകുന്നത് പ്രകൃതിയും മനുഷ്യനും പിന്നെ നമ്മുടെ വിശ്വാസവും, ദൈവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അതിൽ ആദ്യത്തെ രണ്ടൊരു റിയാലിറ്റിയാണ്. മറ്റേത് നമുക്ക് ആവശ്യാനുസരണം വിശ്വാസിക്ക് വേണമെങ്കിൽ അത് അതും ഒരു റിയാലിറ്റിയാണ്. വിശ്വാസം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അതിനെ വേറൊരു രൂപത്തിൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, എൻ്റെ ഒരു മെൻറ്റർ എന്നുള്ളത് പ്രൊഫസർ MS സ്വാമിനാഥനാണ്. ഞാൻ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞങ്ങൾ കേൾക്കേണ്ടി വന്ന കുറേ സമൂഹത്തിൽ നിന്നുള്ള സ്വാമിനാഥനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരുപാട് പരാതികൾ, അല്ലെങ്കിൽ ഹരിത വിപ്ലവം വേഴ്സസ് നമ്മുടെ ഓർഗാനിക് ഫാമിംഗ്, ജൈവ കൃഷി എന്നുള്ള ഒരുപാട്. അപ്പോൾ ഒക്കെ ഞങ്ങൾ സ്വയം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു ഹരിത വിപ്ലവം. കാരണം നമ്മുടെ വളരുന്ന ജനസംഖ്യയെ പോറ്റാൻ നമുക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ ഒരു സങ്കേതം കൃഷി മാത്രമാണ്. യു കനോട്ട് പർച്ചേസ് എനിത്തിങ് ബൈ കറൻസി. നമ്മൾ പറയും കറൻസിയിലെല്ലാം വാങ്ങാം, ബട്ട് നമുക്ക് വേണ്ട ആത്യന്തികമായിട്ട് നമ്മൾ ഈ പർച്ചേസ് ഒക്കെ നടത്തുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നമ്മളൊരു സംസ്കാരവും നമ്മളുടെ ചെയ്തികളൊക്കെ ഭൂമിയിൽ
മണ്ണിൽ പണിയെടുത്ത് കൃഷി അല്ലെങ്കിൽ വിളകളൊക്കെ വളർത്തി നമ്മുടെ വിശപ്പടക്കണം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഞാനിത് പറയാൻ കാരണം 2050 ആകുമ്പോഴേക്കും മുഴുവൻ ജനങ്ങളെയും പോറ്റാൻ വാർഷിക ധാന്യ ഉൽപാദനം ഇരട്ടിയായി ഏകദേശം 3 ബില്യൺ ടൺ ആയി ഉയരണമെന്ന് വിദഗ്ധർ പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇവിടെ ബോട്ടണി കുട്ടികളുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാൻ ബ്രീഡിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? പ്ലാൻ ബ്രീഡിങ്ങിൻ്റെ ലക്ഷ്യം എന്താണ്? ഗുണപരമായ വിളകളിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുക, ഉൽപാദനം ഗണ്യമായിട്ട് കൂടുക, കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ വിളകളെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക, പോഷക ഗുണമുള്ള വിളകളെ ഉരുത്തിരിച്ചെടുക്കുക, വിളകളുടെ സൂക്ഷിപ്പുകാലം കൂട്ടുവാനുള്ള, എനിക്ക് തോന്നുന്നു അത് പറയുമ്പോഴാണ് നമ്മുടെ ടോപ്പിക്ക് ഏറ്റവും പ്രത്യക്ഷമായിട്ട് നമുക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. 1990 നമുക്ക് മുമ്പിൽ അവതരിക്കപ്പെട്ട ടൊമാറ്റോ അല്ലെ, സൂക്ഷിപ്പുകാലം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സൽവർ ഫ്ലേവർ ടൊമാറ്റോ ഇനം നമ്മുടെ മുമ്പിലേക്ക് വന്നു. അപ്പൊ അതുവരെയുള്ള നമുക്ക് ടൊമാറ്റോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട് അല്ലെ, തക്കാളി എന്ന് പറഞ്ഞ ഒരു അപ്പിയറൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ തക്കാളികളുടെ അപ്പിയറൻസിൽ നമുക്ക് അത് എടുക്കാൻ പറ്റുമോ? ഇല്ല. മത്തങ്ങയ്ക്ക് മദ്ദളത്തിന്റെ രൂപത്തിലുള്ള മത്തങ്ങ മുതൽ നമ്മുടെ ടൊമാറ്റോയുടെ രൂപത്തിലുള്ള മത്തങ്ങ വരെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്ലാൻ ബ്രീഡിംഗ് പറയുന്നത് മനുഷ്യന് പലതരത്തിൽ ഒരു വിളകളോട് ആഭിമുഖ്യം കാണാം. അത് അപ്പിയറൻസ്, കളറ്, ടേസ്റ്റ്, കാലാവസ്ഥയെ അതിജീവിക്കുക, ഡ്രൗട്ട് പ്രത്യേകിച്ചിട്ട് വരൾച്ചയെ അതിജീവിക്കാൻ പറ്റുക, സലൈനിറ്റിയെ അതിജീവിക്കാൻ പറ്റുക, ന്യൂട്രീഷണലി സുപ്പീരിയർ അല്ലെ. നമ്മൾ ഗോൾഡൻ റൈസ് എന്ന് പറയുന്ന റൈസ് എന്താണ്? സാധാരണ അന്നജം മാത്രം കിട്ടുന്ന അരിയിൽ നിന്ന് പകരം വൈറ്റമിനും കൂടി. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നു. പ്ലാന്റ്സിൽ നിന്നും ബാക്ടീരിയയിൽ നിന്നൊക്കെ ജീൻ എടുത്തു കൊണ്ടുവന്ന് നമ്മൾ രൂപകൽപ്പന ചെയ്ത്, അപ്പൊ നമ്മൾ അരി ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻസും കൂടെ കിട്ടുന്നു. അപ്പൊ ആ രൂപത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ എന്ത് ആവശ്യങ്ങളെയും നിറവേറ്റാനുള്ള രൂപത്തിലേക്ക് നമുക്ക് ശാസ്ത്രത്തെ വേണമെങ്കിൽ മാറ്റിമറിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇന്നലെ മിനിയാന്നോ മാതൃഭൂമി പത്രത്തിൽ വായിച്ചൊരു വലിയ ഒരു അറിവായിരുന്നു AI വിപ്ലവമാണ്. ആ AI വിപ്ലവം ബാധിക്കാത്ത ഒരു മേഖല മാത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ ചിന്തകളെ മാത്രം. അപ്പൊ നന്നായിട്ട് ചിന്തിക്കാവുന്ന ആൾക്കാർക്ക് നമ്മൾ കാണും, നമുക്ക് ചിന്തിച്ച് അതിന്റെ പ്ലസ് ആൻഡ് മൈനസ് ഒക്കെ വേർതിരിച്ചെടുക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏറെക്കുറെ നമുക്ക് ഒരു 100% പിഴകളില്ലാത്ത ഒരു ശാസ്ത്രം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രം രക്ഷകനാണോ ശിക്ഷകനാണോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ന്യൂക്ലിയർ റിയാക്ടർ കൊണ്ട് ഉള്ള ഗുണമാണോ ദോഷമാണോ? അതിനകത്ത് എല്ലാറ്റിനകത്തും ഈ പ്ലസും മൈനസും ഉണ്ടാകും. അത് തന്നെയാണ് നമ്മുടെ GM വിളകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ പറ്റാവുന്നത്. അപ്പോൾ ലോകമെമ്പാടുമുള്ള 800 ദശലക്ഷം ആളുകൾ ഇതിനകം തന്നെ വിട്ടുമാറാത്ത വിശപ്പും 2 ബില്യൺ ആളുകൾ പോഷകാഹാരക്കുറവും. നമുക്ക് ഇന്ത്യയിലും കേരളത്തിലും നിന്നുകൊണ്ട് വിശപ്പിനെ പറ്റി ചിന്തിക്കുവാനുള്ള അങ്ങനെയുള്ള ഒരു അവസ്ഥയില്ല. മറിച്ച് നമുക്കറിയാം അല്ലെ, സൊമാലിയ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ. അപ്പൊ അവരുടെ ഭക്ഷണം എങ്ങനെയാണ്? അവർക്കും ഭക്ഷണം വേണ്ടേ? അവര് മനുഷ്യരല്ലേ? അപ്പൊ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടി നമുക്ക് കൃഷിയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ, അവിടെയാണ് നമ്മൾ ബയോടെക്നോളജി അല്ലെങ്കിൽ നിങ്ങൾ ജൈവ സാങ്കേതിക വിദ്യ, ഒപ്പം ജനറ്റിക് എഞ്ചിനീയറിംഗ് ജനിതക സാങ്കേതിക വിദ്യ, ഒപ്പം നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി, പല ബയോടെക്നോളജി എന്നുള്ള രീതിയിൽ നമ്മൾ അതിൽ ആ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മൾ അത് രൂപപ്പെടുത്തുന്നു. അവിടെ ഈവൻ സയന്റിസ്റ്റ്, അപ്പൊ മനുഷ്യന്റെ അറിവ് അത് ഫലപ്രദമായിട്ട് ഇതിന്റെ എല്ലാ വശങ്ങളും തീർച്ചയായിട്ടും വിലയിരുത്തണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിനുള്ള ഈ ഞാൻ പറയുന്ന ലോകം GM ഫുഡിൽ കൂടി വിശപ്പിനെയും പോഷകാഹാരക്കുറവിനെയും അഭിസംബോധന ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മുടെ സഞ്ചാരം. അങ്ങനെ നോക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് എന്താണ് GM വിളകൾ എന്നറിയണം. എനിക്ക് സമയമുണ്ടോ എന്നറിയില്ല. GM വിളകൾ എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ അത് പഠിക്കണം. നേരത്തെ സാറ് പറഞ്ഞ മാതിരി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ എല്ലാ ഇൻഫർമേഷനും കിട്ടും. അതിനുള്ള മനസ്സ്, ആ ഗൂഗിൾ ചെയ്യാനുള്ള പ്രോംപ്റ്റ്നെസ്, ആ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ചിന്തയാണ്, അതാണ് മനസ്സ്, അതാണ് ബുദ്ധി. അതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ വിജ്ഞാനം വിരൽത്തുമ്പിലാണ്, പക്ഷെ അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് എന്താണ് GM ക്രോപ്സ്, എന്തിനു വേണ്ടിയാണ്,
എങ്ങനെയാണ് GM ക്രോപ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ജീനിക് വിളകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്ന് നോക്കുന്നു. അങ്ങനെ വന്ന് അവസാനം നമ്മൾ GM ഫുഡിനെ പറ്റി സംസാരിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കുട്ടികൾ എൻ്റെ മുമ്പിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിലുള്ള ട്രാൻസ്ജീനിക് അപ്രോച്ചസ് ഉണ്ട്. ഒന്ന് വെക്ടർ മീഡിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് അല്ലെ, വെക്ടറിലൂടെയുള്ള കോസ്മിഡ്, പ്ലാസ്മിഡ്, ഫേജ്മിഡ്, ബാക്ക്, യാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് തിയററ്റിക്കൽ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം നോക്കി. പിന്നെ വെക്ടർലെസ് മെത്തേഡ് അല്ലെ, പ്രോട്ടോപ്ലാസ് മീഡിയേറ്റഡ്, ജീൻ ഗൺ അല്ലെ, ഇലക്ട്രോപോറേഷൻ, ഇത് വഴിയൊക്കെ സാധ്യമാണ്. പക്ഷെ ഇതെല്ലാറ്റിലും പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ എത്ര കണ്ട് എത്ര മെനക്കെട്ട് പണിത് ആണ് ഒരു ക്രോപ്പ്. അപ്പൊ ഞാൻ ആദ്യത്തെ പോയിന്റ് ഇതാണ്, നമ്മുടെ സാധാരണ നമ്മളൊരു പുതിയ വെറൈറ്റി ഉൽപ്പാദിപ്പിച്ചെടുക്കുക. നമ്മുടെ പറയും ട്രഡീഷണൽ മെത്തേഡ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ്. അത് സെലക്ഷൻ ആവാം, ഇൻട്രൊഡക്ഷൻ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈബ്രിഡൈസേഷൻ ആവാം, വേണമെങ്കിൽ മ്യൂട്ടേഷൻ ആവാം. അതൊക്കെ എടുക്കാൻ ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് സമയം എടുക്കും. പക്ഷെ അവിടെയാണ് നമ്മുടെ ഈ ട്രാൻസ്ജീനിക് അപ്രോച്ചസ് നമുക്ക് ഏറ്റവും സമയ പരിമിതി എന്നുള്ളതിനെ നമുക്ക് മാറ്റി ഏറ്റവും പെട്ടെന്ന് ക്രോപ്സിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഞാൻ അതിൻ്റെ മേന്മകളിലേക്കാണ് ആദ്യം ഞാൻ കടക്കുന്നത്. കാരണം ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് മുമ്പിലോട്ടിട്ട് കഴിഞ്ഞാൽ അതിനെ അധികരിച്ചിട്ട് സജീവ് സാറിന് അതിനെ വാദിക്കാനും ഖണ്ഡിക്കാനൊക്കെ പറ്റും. അതുകൊണ്ടുള്ള ഒരു അവസരം കൂടി ഞാൻ സാറിന് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, ആദ്യത്തെ GMOന്റെ ഞാൻ ഒരു 5 പോയിന്റ് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കൂടുതൽ നമ്മുടെ നോക്കൂ, കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് അല്ലെ, വാർഷിക മഴയുടെ ലഭ്യത, വെള്ളമൊക്കെ ഏറ്റവും കൂടുതലുള്ള. എന്നിട്ട് പോലും കേരളത്തിന്റെ പല പ്രദേശത്തും ഡെസേർട്ടിഫിക്കേഷൻ, നിങ്ങൾ വയനാട് നിന്ന് അങ്ങോട്ട് കർണാടകയിലേക്ക് പോകുന്ന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം വരണ്ട തരിശു ഭൂമിയായിട്ട് മാറുകയാണ്. കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾ നോക്കൂ, വെള്ളം വേണ്ടത്ര കിട്ടുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ വരൾച്ചയെ അതിജീവിക്കുവാനുള്ള രൂപത്തിൽ നമുക്ക് എങ്ങനെ വിളകളെ മാറ്റിയെടുക്കാം? അവിടെയാണ് ഒരു GM വിളകൾ വരുന്നത്. അപ്പൊ വളരെ കുറച്ച് വെള്ളം, പക്ഷെ വരൾച്ചയെ പ്രതിരോധിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും കൊടുക്കുന്ന എക്സാമ്പിൾ ഇതാണ്. ഞാൻ കാസർഗോഡുകാരൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയും, സാറേ മംഗള, മോഹിത് നഗറൊക്കെ എങ്ങനെയാണെന്ന് അടക്കയെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ പറയും, മംഗളയേക്കാൾ നല്ലത് മോഹിത് നഗർ. മോഹിത് നഗർ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ ഒരു സ്ഥലത്തുള്ള ഒരു ലോക്കൽ ഇനം. പക്ഷെ ഇവിടെ അതിന് വെള്ളമൊക്കെ കുറച്ച് കൊടുത്താൽ മതി, നമുക്ക് കൃഷിയിലൂടെ അത് ഉൽപാദനം കൊണ്ടുവരാം. അപ്പൊ വരൾച്ചയെ പ്രതിരോധിക്കുവാൻ നമുക്ക് GM വിളകൾക്ക് പറ്റും. ആ തരത്തിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇന്ത്യയിൽ തന്നെ വരൾച്ച ബാധിത പ്രദേശങ്ങൾ വളരെ കൂടുതലാണ്. അത്തരം സാഹചര്യങ്ങൾ നമുക്ക് നെല്ലായാലും പയറായാലും, ഇപ്പൊ നിങ്ങൾക്ക് അറിയോന്നറിയില്ല കുട്ടികൾക്ക്, ഇക്രിസാറ്റ് എന്നുള്ളൊരു സ്ഥാപനമുണ്ട് ഹൈദരാബാദ്, ഇന്റർനാഷണൽ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സെമി ഏരിയഡ് ട്രോപ്പിക്സ് എന്ന് പറയുന്നത്. എന്താണ്? പൾസസിന് വേണ്ടി മാത്രം, നിലക്കടല ഉൾപ്പെടെയുള്ള, അതായത് വരണ്ട പ്രദേശത്ത് ഏറ്റവും പോഷകമൂല്യമുള്ള പൾസസ് കൾട്ടിവേറ്റ് ചെയ്യുന്ന റിസർച്ച് നടത്തുന്ന ഒരു അന്താരാഷ്ട്ര സ്ഥാപനം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പൊ അവരുടെ കാരണം ലോകത്തിന്റെ എല്ലാവർക്കും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം എത്തിക്കുവാൻ ഇത്തരത്തിൽ GM വിളകൾക്ക് പറ്റും. അത് വരൾച്ചയെ പ്രതിരോധിക്കാൻ പറ്റും. ആ രീതിയിലാണ് ആദ്യത്തെ പോയിന്റ്. അപ്പൊ കൂടുതൽ ഞാൻ പറഞ്ഞു വരുന്നത്, കൂടുതൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുവാൻ 2050 നമ്മള് ബഹുമാന്യനായ പ്രധാനമന്ത്രിയൊക്കെ പറയുന്നു, വികസിത ഭാരതം അല്ലെ, വികസിത ഭാരത സ്വപ്നം 2047 നമ്മൾ കുറെ സ്വപ്നങ്ങളുണ്ട്. അപ്പൊ അതൊന്ന് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഞാൻ പറയുന്നു, അന്നവിചാരം തന്നെയാണ് മുന്നവിചാരം. അപ്പൊ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുവാൻ നമ്മുടെ GM വിളകൾക്കേ പറ്റൂ എന്നാണ് ഞാൻ ഇവിടെ പറയുന്ന ആദ്യ പോയിന്റ്. അപ്പോൾ അതായത് ഞാൻ അതിന്റെ കണക്ക് പറയുന്നതാണ്, 2050 ആകുമ്പോഴേക്കും നമ്മുടെ ആഗോള ജനസംഖ്യ 9.7 ബില്യൺ ആയി ഉയരുകയും നമുക്ക് 2 ബില്യൺ അധിക ആളുകൾക്ക് ഭക്ഷണം നൽകാൻ കഴിയണം. നമ്മൾ ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ആണെങ്കിൽ പറയും, നമ്മൾ ഫുഡ് സെക്യൂരിറ്റി, ഹെൽത്ത് സെക്യൂരിറ്റി, സോഷ്യോ എക്കണോമിക്സ്, ആരോഗ്യ, സാമ്പത്തിക, സാമൂഹിക സുരക്ഷകളൊക്കെ കൈവരിക്കാൻ പറ്റി എന്നുള്ളത്. പക്ഷെ അത് തികച്ചും യാഥാർത്ഥ്യമല്ല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമ്മളൊക്കെ വിശപ്പ് രഹിത കേരളം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഇടയിലൊക്കെ പലയിടത്തും ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള അന്തരം വളരെ ഗണ്യമായിട്ടുണ്ട്. അതിനെ ഒരു എഫക്റ്റീവായിട്ട് ബ്രിഡ്ജ് ചെയ്യാൻ ഒരു പക്ഷേ നമുക്ക് ഈ GM വിളകളിലൂടെ പര്യാപ്തമാകും. നമ്പർ 2 എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ പോഷക സമൃദ്ധം. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു.
ഒന്ന് സോയാബീനിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ 98% ഉൽപ്പാദിപ്പിക്കുന്ന സോയാബീനും GM ആണ്. പക്ഷെ നമ്മൾക്കറിയോ, നമ്മൾ ഇതിനകം എത്ര GM ഫുഡ് കഴിച്ചിട്ടുണ്ടാവും? നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത് GM കടുകാണ്. ഇപ്പൊ GM കടുക്, ഫ്ലേവർ സേവർ ടൊമാറ്റോ, സോയാബീൻ, ലൈസിൻ കണ്ടന്റ് റിച്ച്, ലൈസിൻ എസെൻഷ്യൽ അമിനോ ആസിഡ്, ഏറ്റവും കൂടുതൽ അമിനോ ആസിഡ് ആയിട്ടുള്ള ലൈസിൻ കലർന്ന സോയാബീൻ കഴിക്കണം. അപ്പൊ അത് പോഷകമൂല്യം. അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡൻ റൈസ്, ബീറ്റാ കരോട്ടീനുള്ള ഗോൾഡൻ റൈസ്, അങ്ങനെ നമുക്ക് ന്യൂട്രീഷണലി സുപ്പീരിയർ ആയിട്ടുള്ള, അപ്പോൾ ഒരു വിളയിൽ നിങ്ങൾക്ക് ഈൽഡ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുകയാണ്, ഭക്ഷണത്തിൽ ഫോർ എക്സാമ്പിൾ നാരുകളുടെ അഭാവം, ഡയറ്ററി ഫൈബർ കുറയുന്നത്. ഡയറ്ററി ഫൈബർ കുറയുന്നതാണ് നമ്മുടെ നാട്ടിലുള്ള ആരോഗ്യ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം, അല്ലെ? മലബന്ധവും ക്യാൻസറും എല്ലാം വരുന്നത് നമ്മളെ വേണ്ടത്ര ഡയറ്ററി ഫൈബർ വേണം. നമ്മളെ ഇലക്കറികളൊന്നും കഴിക്കുന്നേയില്ല. അപ്പൊ ഡയറ്ററി ഫൈബർ കലർന്ന ഭക്ഷണം കൊടുക്കുവാൻ ഡയറ്ററി ഫൈബർ എന്ന് പറയുന്ന ഒരു ഘടകം ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന് ഞാൻ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുന്നത് ഞാൻ മഷ്റൂമാണ്. കാരണം മഷ്റൂമിനകത്ത് ഒരുപാട് അമിനോ ആസിഡ്സ് ഉണ്ട്, നിങ്ങളുടെ കാർബോഹൈഡ്രേറ്റ് കുറവാണ്, വൈറ്റമിൻസ്, മൾട്ടി വൈറ്റമിൻസ് ഉണ്ട്, ഫൈബർ ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഈവൻ സെലീനിയം പോലുള്ള വളരെ മൈക്രോ ന്യൂട്രിയൻസ് പോലും ഉണ്ട്. അത്തരത്തിൽ നമ്മുടെ വിളകൾ, നമ്മുടെ റൈസിനെ ഞാൻ പറയാണ്, നമ്മുടെ റൈസിനെ അങ്ങനെ ഒന്ന് മാറ്റുകയാണെങ്കിലോ നമ്മുടെ പ്രമേഹ രോഗികൾക്കും നമ്മുടെ ഹാർട്ട് പേഷ്യൻസിനും എല്ലാവർക്കും കൊടുക്കാവുന്ന ഒരു സമ്പൂർണ്ണ കംപ്ലീറ്റ് ഡയറ്റായിട്ട് നമ്മളെ സ്റ്റാപ്പിൾ ഫുഡിനെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് പോഷകമൂല്യമുള്ള പോഷകസമൃദ്ധമായിട്ടുള്ള വിളകളെ സൃഷ്ടിച്ചെടുക്കുവാൻ പറ്റും. അതുവഴി അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ വിളകളിലെല്ലാം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം പറയും ജൈവ ഉൽപ്പന്നങ്ങളോടാണ് ഞങ്ങൾക്ക് ആഭിമുഖ്യം. പക്ഷെ നമുക്ക് വേണ്ടത്ര ജൈവ ഉൽപ്പന്നം കിട്ടുന്നുണ്ടോ? ജൈവ ഉൽപ്പന്നങ്ങളിൽ തന്നെ കളിയാണ്. എന്താണ് അത് സർട്ടിഫൈ ചെയ്യാനുള്ള വേണ്ടത്ര ഏജൻസികൾ ഉണ്ടോ? ഇസ് ഇറ്റ് റിയലി സർട്ടിഫൈഡ് ഓർഗാനിക് ഫുഡ് ആണോ നമുക്ക് കിട്ടുന്നത്? ഓർഗാനിക് ലേബൽ അതിനകത്തുണ്ടോ? ഇതൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന, നിങ്ങൾക്ക് അറബിക്കടലിൽ നിന്ന് കിട്ടുന്ന മത്സ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് കഴിക്കുക, അതെല്ലാം സേഫ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൽസ കപ്പൽ ദുരന്തവും അതുവഴി വരുത്തി വയ്ക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഈ ഭക്ഷ്യശൃംഖലയിൽ ഇത്തരത്തിലുള്ള രാസമാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതും മൈക്രോ പ്ലാസ്റ്റിക് കുമിഞ്ഞുകൂടുന്നതും നമ്മൾ GM ഫുഡിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ മറന്നു പോകുന്നു. അപ്പൊ അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് അത്തരത്തിൽ ഓർഗാനിക്, എല്ലാവരും അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഓർഗാനിക് ജൈവ രീതിയിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് ചില സന്ദർഭങ്ങളിൽ അത് പ്രാപ്യമല്ലാതെ പോകുന്നു. പക്ഷെ അതാണ് ഏറ്റവും വലിയ വഴി. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ അതാണ്, എവർ ലാസ്റ്റിംഗ്. പ്രൊഫസർ M. സ്വാമിനാഥൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അഗ്രികൾച്ചർ ബിക്കം സസ്റ്റൈനബിൾ വിത്ത് റെസ്പെക്ട് ടു 3 different angles, that it should ensure income, it should provide economic sustainability, environmental feasibility and social acceptance എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന GM പോഷക സമൃദ്ധമാക്കാം. അങ്ങനെ നമ്മുടെ ആൾക്കാർക്ക് ഭക്ഷ്യസുരക്ഷയോടൊപ്പം തന്നെ പോഷക സുരക്ഷയും ആരോഗ്യ സുരക്ഷയും പ്രതിദാനം ചെയ്യാം. മൂന്നാമതായിട്ട് കൃഷി എന്ന് പറഞ്ഞാൽ ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ, അല്ലെ? അതാണ് നമ്മൾ എത്ര പേര് അങ്ങനെ പറയുന്നുണ്ട്? കർഷകരെ ഒരു ദിവസം സ്മരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ വാചാലരായിട്ട് സംസാരിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ കാലാകാലങ്ങളിൽ ഇതിന്റെ കർഷകരോട് നമുക്ക് കാണിക്കേണ്ട പ്രതിബദ്ധത വിളിച്ചോതുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ. ഇപ്പൊ കർഷകരില്ല എങ്കിൽ നമ്മൾ പട്ടിണിയാവും. നമ്മൾ എത്ര പേര് കൃഷി ചെയ്യുന്നുണ്ട്? അപ്പൊ ഉയർന്ന വിളവ് കർഷകർക്ക് വേണ്ടത്ര അതിന്റെ ഗുണം കിട്ടുന്നുണ്ടോ? കർഷകർക്ക് ഉയർന്ന വിളവ് കിട്ടും. അപ്പൊ അവിടെയാണ് നമുക്കറിയാം, ഒരു സ്വാമിനാഥൻ മെക്സിക്കൻ വീറ്റ് വെറൈറ്റി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നോർമൻ ബോർലോഗിൽ നിന്ന് മെക്സിക്കൻ വീറ്റ് വെറൈറ്റി കൊണ്ടുവന്ന് ഇന്ത്യയിൽ ഹരിത വിപ്ലവ സമയത്ത് ചെയ്ത ഒരു ഹൈബ്രിഡ് വെറൈറ്റി നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ചൊക്കെ വ്യാപിച്ചു. പക്ഷെ നമ്മൾ ആരും ഗോതമ്പ് ഇവിടെ കഴിക്കുന്നില്ല. അപ്പോൾ മറ്റുള്ള വിളകളിലും ഹൈ ഈൽഡ്, ഏതൊക്കെ വിളകളിൽ നമുക്ക് ഹൈ ഈൽഡ് കൊണ്ടുവരാൻ ഈ പറയുന്ന ജനിതക സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം. അപ്പൊ അതാണ് ഉയർന്ന വിളവിന് ഒപ്പം വിളകളുടെ രാസമാലിന്യത്തിന്റെ തോത്, പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഹരിത വിപ്ലവത്തിലൊക്കെ ഉണ്ടായിരുന്ന, നമ്മൾ രാസവളമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
അതിനകത്ത് രാസമാലിന്യങ്ങളുടെ അവക്ഷിപ്തം ഉണ്ടാവാം. അപ്പൊ രാസമാലിന്യങ്ങൾ അവക്ഷിപ്തമില്ലാതെ കെമിക്കലി അല്ലാതെ നമുക്ക് GM ഫുഡ് ഓർഗാനിക് സസ്റ്റൈനബിൾ വേയിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം വളരെ മഹത്തരമാണ് എന്നാണ് എൻ്റെ അടുത്ത പോയിന്റ്, 4ാമത്തെ പോയിന്റ്, ഉയർന്ന വിളവിന്. പിന്നെ അവസാനം കൃഷിയിൽ കീടനാശിനികളുടെ സാന്നിധ്യം. ഞാൻ പെട്ടെന്ന് ഓർത്തു പോയത് ശബരിമലയിലെ അരവണ ഒക്കെ നശിപ്പിച്ചതിനെ പറ്റിയിട്ടായിരുന്നു അല്ലെ. അരവണയുടെ ഏറ്റവും വലിയ അതിന്റെ ഗുണം എന്ന് പറയുന്നത് അതിനകത്തുള്ള ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കാടമത്തിനകത്തുള്ള പെസ്റ്റിസൈഡ്സിന്റെ റെസിഡ്യൂവൽ ടോക്സിസിറ്റി നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം 2021 സെപ്റ്റംബർ 15 ഈ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷാ നിയമം പ്രാബല്യത്തിൽ. അത് ഏറ്റവും വലിയ വിപ്ലവകരമായ ഒരു കാൽവയ്പാണ്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെട്ട 3 വിഷയങ്ങൾ ഇത് തന്നെയാണ്. ഭക്ഷണത്തിലെ രാസമാലിന്യങ്ങളുടെ അളവ്, 2 ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത, 3 ഈ പറയുന്ന GM ഭക്ഷണം, GM ജനറ്റിക്കലി മോഡിഫൈഡ് ഭക്ഷണം കഴിക്കുന്നതിൽ കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, അത് എത്രമാത്രം സേഫാണ് എന്ന് വിലയിരുത്താൻ വേണ്ടി. അപ്പൊ അങ്ങനെ അതിന്റെ പടിപടിയായിട്ടുള്ള ആദ്യ ഘട്ടമാണ് GM കടുകൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്കത് റിലീസ് ചെയ്യാമെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഏത് ശാസ്ത്രമാണെങ്കിലും അതിന് ഗഹനമായ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തി അതിനൊരു ജസ്റ്റേഷൻ പീരീഡ് ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടൊക്കെ ജനങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് തികച്ചും എനിക്ക് തോന്നുന്നു കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് മാറും. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്ന് നാം പ്രത്യാശിക്കുന്ന തരത്തിലുള്ള ഒരു ജീൻ വിപ്ലവത്തിന്റെ വിജയ പരാജയ സാധ്യതകളെ നിയന്ത്രിക്കുന്നത് തികച്ചും മനുഷ്യന്റെ ബുദ്ധിയാണ്. അപ്പൊ നമുക്ക് നല്ല സയന്റിസ്റ്റുമാര് നമുക്ക് വേണം. ഒപ്പം ജൈവ സാങ്കേതിക വിദ്യ. ഞാൻ ആദ്യം അതുകൊണ്ട് തന്നെയാണ് എനിക്കറിയാം സജീവ് സാർ എന്നെ അടിക്കുന്നുള്ളത്, നന്നായിട്ട് എനിക്കറിയാം. കാരണം ഈ സയൻസ് ഈസ് ബൂൺ ഓർ എ ബെയിൻ എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും ചോദിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഒരു ഉപകരണമാണ്. ആ ഉപകരണത്തെ വളരെ യുക്തിപൂർവം സുരക്ഷ മുൻനിർത്തി അത് പ്രയോഗിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനുഷ്യന്റെ ബുദ്ധിശക്തി, ജൈവ സാങ്കേതിക വിദ്യ, ധനശേഷി എന്നിവയുടെ ഉപയോഗം. ഞാൻ ധനശേഷി പറയാൻ കാരണം നിങ്ങൾ ചോദിക്കും, ലോകത്തിലെ ഏറ്റവും ചെറിയ ഒരു രാജ്യം കൃഷിയിൽ അത്ഭുതം കാണിക്കുന്നു, ഇസ്രയേൽ. പക്ഷേ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള ഇന്ത്യ, നമ്മൾ പറയും ഇന്ത്യയാണ് നമ്മുടെ കാർഷിക വ്യവസ്ഥയിലൂന്നിയ ഒരു എക്കണോമി ആണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പൊ അവിടെയാണ് നമ്മുടെ ധനശേഷി എന്നിവയുടെ ഉപയോഗക്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ജെനിക് വിദ്യയുടെ സാമൂഹ്യ സാങ്കേതിക അരക്ഷിതത്വ ചൊല്ലിയുള്ള വിഫലമായ ഒരു ഡിബേറ്റ് എനിക്ക് തോന്നുന്നു അത് ആസ്ഥാനത്താണ്. സത്യത്തിൽ ഇതിന്റെ നന്മകളെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട്, ഇതിന്റെ സാധ്യതകളെ മാത്രം മനസ്സിൽ മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു മേഖല വികസിപ്പിച്ച് നമുക്ക് പട്ടിണിയും പരിവേഷവും ഇല്ലാത്ത ഒരു ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ അത് ആരോഗ്യ, ഭക്ഷ്യ, സാമൂഹ്യ, സാമ്പത്തിക സുരക്ഷ കൈവരിക്കുവാനും, ഒപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവരും ആ ഒരു 2047 ശ്രേഷ്ഠ ഭാരതിലേക്ക് കടക്കണമെങ്കിൽ നാം ഓരോരുത്തരും കർഷകർ, നമ്മുടെ സ്ഥലത്ത് കൃഷി ചെയ്യേണ്ടതിന്റെ അനിവാര്യത, അങ്ങനെ ഒരു പുതിയൊരു സംസ്കാരം രൂപപ്പെടുത്തുന്നതിനും കൂടി നമ്മുടെ ഈ ഒരു ട്രാൻസ്ജെനിക് ഫുഡ് എന്ന് പറയുന്ന ആ ഒരു ഡിബേറ്റ് അതിന് കാരണമാകട്ടെ എന്ന് ഞാൻ തൽക്കാലം സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് സമയം ഓക്കെ കറക്റ്റ് സമയമാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വളരെയധികം നന്ദി മധുസൂദൻ സർ. കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി പങ്കുവച്ചതിന്, സാറിന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കിയതിന്. 2 കാര്യങ്ങളാണ് സാർ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഉയർന്നു വരുന്ന ജനസംഖ്യയുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക, അതിനായി ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സ് അത്യാവശ്യമാണെന്നുള്ളതും. പിന്നെ ഒന്ന്, ബയോ ഫോർട്ടിഫിക്കേഷൻ, ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഒരു ക്രോപ്പിലേക്ക് ഇൻസ്റ്റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അരിയാണെങ്കിൽ അതിലേക്ക് വിറ്റമിൻസും കൂടെ അഡീഷണൽ ആയി കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ബയോ ഫോർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടും ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സ് അത്യാവശ്യമാണെന്നാണ് സാർ പറഞ്ഞു വന്നിട്ടുള്ളത്. എന്നാൽ 1994 റിലീസ് ചെയ്തിട്ടുള്ള ആദ്യമായി വാണിജ്യ
വാണിജ്യാടിസ്ഥാനത്തിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ക്രോപ്പാണ് ഫ്ലേവർ സേവർ ടൊമാറ്റോ. ഇന്ത്യ പോലുള്ള രാജ്യത്ത് 2002 അതിനുള്ള അനുമതി കിട്ടിയത്. പിന്നീട് പല ആശങ്കകൾ കാരണം അത് നിർത്തലാക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ഒരുപാട് തരത്തിലുള്ള ആശങ്കകൾ പല മേഖലയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള ആശങ്കകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് തരാനായി നമ്മുടെ അടുത്ത ഗസ്റ്റ് ആയിട്ടുള്ള വളരെ ഈ ഒരു മേഖലയിൽ വളരെയധികം ചിന്തിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മലബാർ ഡിവിഷൻ ചെയർമാൻ ആയിട്ടുള്ള ശ്രീ സജീവ് സാറിനെ ക്ഷണിക്കാം. ബഹുമാനപ്പെട്ട മധുസൂദനൻ സാർ, അർച്ചന മാഡം, പിന്നെ ഈ ഇങ്ങനൊരു സദസ്സിലേക്ക് വിളിച്ചുള്ള ജയശ്രീ മാഡം, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ ഈ മേഖലയിൽ എന്ന് മാത്രമല്ല അക്കാഡമിക് രംഗത്ത് തന്നെ ഇല്ലാത്ത ആളാണ്. അല്പം ചില വായനകളും പിന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആഗ്രഹവും കൊണ്ടാണ് ഇത്തരം വേദികളിൽ വരേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുള്ളത്. മധുസൂദനൻ സാർ പറഞ്ഞ പോലെ ഒരു അടി കാണാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. ഞാൻ അങ്ങനെ അത്തരത്തിൽ ഒരു എന്താ പറയുക, ഓരോ വാചകം വെച്ച് എതിർക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എതിർചേരിയിൽ നിൽക്കുന്നത് ഒരു പുരോഗമനപരമാണ് എന്ന് പോലും കരുതുന്ന ഒരാളല്ല. കാരണം ശാസ്ത്ര പുരോഗതി അതിൻ്റെ വല്ലാത്തൊരു ആവേഗം കൈവരിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഇത്തരം ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിലൊക്കെ പിറകോട്ടടിപ്പിക്കുന്ന വിധത്തിൽ എതിർചേരിയിൽ നിൽക്കുക എന്നുള്ളത് പുരോഗമനപരമല്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. എന്നാൽ ഈ ജനിതക ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആഹാരത്തെ പറ്റി, അത് മനുഷ്യനെ എങ്ങനെയാണ് ബാധിക്കുക, ജീവജാലങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള ചില ആശങ്കകൾ മുന്നോട്ട് വയ്ക്കാതിരിക്കാനും വയ്യ. കാരണം ഇത്തരം ആശങ്കകൾ മുന്നോട്ട് വയ്ക്കുകയും കൂടുതൽ പഠനങ്ങൾ അത്തരം കാര്യങ്ങളിൽ നടക്കുകയും ചെയ്യുമ്പോഴേ ഈ ഒരു ശാസ്ത്രശാഖയുടെ നേട്ടങ്ങളെ കുറച്ചുകൂടി സുതാര്യമായുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്താൻ നമുക്ക് കഴിയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു സാധനം. നമ്മൾ വളരെ ദൂരെ ഇരുന്നാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ പൊതുസമൂഹവും ഒക്കെ വളരെ അടുത്തിരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളെ ക്രോഡീകരിക്കുകയാണെങ്കിൽ 2-3 പ്രധാനപ്പെട്ട ആശങ്കകളാണുള്ളത്. ഒന്ന് ആരോഗ്യപരമായ ആശങ്ക. ആരോഗ്യപരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭക്ഷണങ്ങൾ നമ്മളെ നേരിട്ട് നമ്മളെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മളുടെ ഭക്ഷണശീലം വളരെയധികം മാറിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. പണ്ടത്തെ രീതിയിലുള്ള ഭക്ഷണശീലമല്ല നമ്മളുടെ ഭക്ഷണശീലം. അപ്പം ജനിതക ഇടപെടലുകൾ നടത്തിയിട്ടുള്ള വിളകൾ അല്ലെങ്കിൽ പിന്നെ നോൺ വെജ് ആയാലും ഭക്ഷണങ്ങൾ നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുമ്പോൾ അതെങ്ങനെയാണ് നമ്മളെ ആരോഗ്യത്തെ ബാധിക്കുക എന്നുള്ളതിനെ പറ്റി വലിയ തോതിലുള്ള ആശങ്കകൾ പൊതുസമൂഹത്തിനും ശാസ്ത്ര ലോകത്തിനും തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അലർജി ഉണ്ടാവാൻ ചില പ്രോട്ടീനുകൾ. ഇപ്പം പിന്നെ നമ്മള് ജനിതക ഇടപെടലുകൾ നടത്തുമ്പോൾ ഇപ്പോ BT വഴുതന നിങ്ങൾ കേട്ടിട്ടുണ്ട്. BT വഴുതന പിന്നെ നമ്മള് കൃഷി ചെയ്യാൻ പോവുകയും എന്നാൽ 2010 മൊറട്ടോറിയം പ്രഖ്യാപിച്ചതിന്റെ വെളിച്ചത്തിൽ നമ്മൾ അത് കൃഷി ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബംഗ്ലാദേശിൽ അത് വ്യാപകമായി കൃഷി ചെയ്യുന്നു. BT വഴുതന ഉണ്ടാക്കിയിട്ടുള്ളത് വഴുതനയുടെ പിന്നെ ഫ്രൂട്ട് തുറന്ന് തിന്നുന്ന അതിന്റെ ഷൂട്ടും അതിന്റെ ബോഡിയിലും ഒക്കെ കണ്ടു തുറക്കാനും ഒക്കെ ആയിട്ടുള്ള പുഴുവിനെ നശിപ്പിക്കാനാണ്. ഫ്രൂട്ട് ആൻഡ് ഷൂട്ട് ബോറർ പുഴുവിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് BT വഴുതന ഉണ്ടാക്കിയിട്ടുള്ളത്. BT എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയയാണ്, ബാസിലസ് തുരഞ്ചിൻസിസ് എന്ന ബാക്ടീരിയ. ആ ബാക്ടീരിയയിൽ നിന്ന് ഈ പുഴുവിനെ തുരത്താനുള്ള പ്രതിരോധിക്കാനുള്ള ഒരു പ്രോട്ടീൻ വേർതിരിച്ചെടുത്ത് അല്ലെങ്കിൽ അതിന്റെ DNA നിന്ന് ഈ പുഴുവിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഘടകം വേർതിരിച്ചെടുത്ത് വഴുതനയുടെ
വിത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്ത ഭക്ഷണം, അങ്ങനത്തെ ഒരു വഴുതന ഇട്ട് നമ്മൾ ഒരു മെഴുക്ക് പുരട്ടി രാവിലെ കഞ്ഞിക്ക് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ പിന്നെ ബാക്ടീരിയയിൽ നിന്നുള്ള പ്രോട്ടീൻ നമ്മളുടെ ശരീരത്തിലെ, നമ്മളുടെ പിന്നെ ദഹന വ്യവസ്ഥയിലെ മിത്രങ്ങളായിട്ടുള്ള ബാക്ടീരിയകൾ ധാരാളം നമ്മുടെ വയറ്റിലുണ്ട്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ ബാക്ടീരിയയുമായി ചേർന്ന് നമുക്ക് അലർജിക് ആയിട്ടുള്ള ചില പിന്നെ പ്രോട്ടീനുകൾ ചെയ്യുകയും അങ്ങനെ മനുഷ്യന് ദോഷകരമായ അലർജികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പലപ്പോഴും നമ്മളുടെ ആരോഗ്യരംഗത്ത് തിരിച്ചറിയപ്പെടാനാവാത്ത ഒരുപാട് അലർജികൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സോനമാഷ് പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ ബീട്ടി വഴുതന നമ്മൾ കൃഷി ചെയ്യുന്നില്ല. നമുക്ക് ഒന്നും പിന്നെ ജനിതക ഇടപെടലുള്ള ഒരു കൃഷിയും നമ്മൾ ചെയ്യുന്നില്ല ആഹാരത്തിന്റെ കാര്യത്തിൽ. എന്നാൽ ബീട്ടി കോട്ടൺ എന്ന് പറയുന്ന ഒരു പിന്നെ പരുത്തി കൃഷി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഈ പുഴുവിനെ പ്രതിരോധിക്കാനുള്ള പിന്നെ ജനിതക വ്യതിയാനം വരുത്തിയിട്ടുള്ള ഒരു ക്രോപ്പാണ് ബീട്ടി വഴുതന. ആദ്യത്തെ സംഭവം, ആദ്യത്തെ പിന്നെ ആശങ്ക തന്നെ അലർജിയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. മറ്റൊന്ന് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവുക. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവുക എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ പിന്നെ ജനിതക മാറ്റം വരുത്തുമ്പോൾ അതിലെ മാർക്കർ ജീനുകളായിട്ട് ഉപയോഗിക്കുന്ന ചില മാർക്കർ ജീനുകൾ ഉണ്ട്. ഈ മാർക്കർ ജീനുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇത് ജനിതക മാറ്റം വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കർ ജീനുകൾ ഉപയോഗിക്കുക. അപ്പം ജനിതക മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ആന്റിബയോട്ടിക് ലായനിയിൽ വളർത്തിയെടുക്കുകയും ജനിതക മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സസ്യം നന്നായി വളരുകയും ജനിതക മാറ്റം വന്നിട്ടില്ലെങ്കിൽ ആന്റിബയോട്ടിക് ലായനിയിൽ വളർത്തുന്ന അത് പിന്നെ നശിച്ചു പോവുകയും ചെയ്യും. അപ്പൊ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള മാർക്കർ ജീനുകൾ നമ്മുടെ ഉള്ളിലെത്തുകയും ഈ മാർക്കർ ജീനുകളിലൂടെ നമ്മൾക്കും ആന്റിബയോട്ടിക്കിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ റെസിസ്റ്റൻസ് വന്നാൽ എന്താ സംഭവിക്കാം? നമ്മുടെ രോഗങ്ങൾക്കെതിരെയുള്ള കുത്തിവയ്പ്പുകളും ആന്റിബയോട്ടിക് ആയിട്ടുള്ള എല്ലാ മരുന്നുകളും പരാജയപ്പെടുകയും മനുഷ്യൻ ദാരുണമായ ഒരു ദുരന്തത്തിലേക്ക് വീഴുകയും ചെയ്യുന്നതിൽ യാതൊരു തർക്കവും. അപ്പൊ ഇതിലൊക്കെ ധാരാളം പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഇത്തരം ഭക്ഷണങ്ങളൊക്കെ പിന്നെ വളരെ കാലം ദീർഘകാലം പഠന പ്രവർത്തനങ്ങൾക്ക് വിധേയമായ ശേഷം മാത്രമേ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു ആശങ്കയുള്ളത്. എന്നാൽ പിന്നെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ വളരെ കാലമെടുക്കും എന്നും വളരെ സമയമെടുക്കും എന്നും നമുക്കറിയാം. പിന്നെ ഏറ്റവും നമ്മുടെ കാലത്തെ ആർക്കാണ് ഇത്ര ധൃതി എന്ന കുപ്രസിദ്ധമായ ചോദ്യത്തോട് അത് ചേർത്ത് വെക്കരുത്. ഇത് മനുഷ്യന്റെ ആരോഗ്യപരമായ പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന് വിഷാംശങ്ങൾ ഉണ്ടാവുക. മനുഷ്യന്റെ ശരീരത്തിൽ വിഷാംശങ്ങൾ വരാൻ ഈ ജനിതക ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. വലിയ തോതിൽ സാധ്യതയുണ്ട്. ഈ വിഷാംശങ്ങൾ, ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് പ്രകൃതിയില് വളരെയധികം പിന്നെ ചില സസ്യങ്ങളിലൊക്കെ ഈ ടോക്സിനുകൾ ഈ ശബരിമല സീസണിലൊക്കെ നമ്മുടെ ഏരിയയിലൊക്കെ പൂക്കുന്ന ഒരു ചെടിയുണ്ട്. എന്റെ നാട്ടില് പാൽവള്ളി എന്നൊക്കെ പറയുന്ന ഒരു ചെടിയുണ്ട്. ഈ ചെടിയുടെ ശരീരത്തിൽ ലാറ്റക്സ് ഉള്ള ചെടിയാണ്, പാലുള്ള ചെടിയാണ്. പാൽവള്ളി എന്ന് പറയാറുണ്ട്. ശ്യാമലത എന്നാണ് അതിന്റെ ഒരു പേര്. നിങ്ങൾക്കറിയോ അറിയില്ല, ബോട്ടണി സ്റ്റുഡൻസ് ആണ്. ഇക്നോകാർപ്പസ് ഫ്രൂട്ടസെൻസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് അതിന്റെ ശരീരത്തിൽ ഒരു വിഷമുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ സസ്യ ബുക്കുകളായിട്ടുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഈ വിഷം അതിന്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഈ വിഷം പിന്നെ
സസ്യബുക്കുകളായിട്ടുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ അത് ഉപയോഗിക്കുമ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു കറുത്ത ശലഭം ഉണ്ട്. ഈ ശലഭം ഇത് മനസ്സിലാക്കിയിട്ട് ഈ സസ്യത്തിൽ ഇങ്ങനെ ഒരു വിഷാംശം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഈ ശലഭം വന്ന് മുട്ടയിടും. മുട്ട വിരിഞ്ഞ് വരുന്ന ലാർവയ്ക്ക് ഈ വിഷാംശം ഏശുന്നില്ല എന്ന് മാത്രമല്ല, ആ ലാർവ ആ വിഷാംശം ശേഖരിച്ച് തന്റെ ബോഡിയിൽ ശേഖരിച്ചു വെക്കുന്നു. അത് മറ്റൊരു ടെക്നോളജിയാണ്. എന്താ വെച്ചാൽ ഈ ലാർവയെ കൊത്തി തിന്നാൻ വരുന്ന ചെറു പക്ഷികളും കടന്നലുകളും ഒക്കെ ഈ വിഷാംശം ഈ ലാർവയിലുള്ളത് കൊണ്ട് മാത്രം പിന്നെ അതിനെ ഉപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ലിസ്റ്റിൽ നിന്ന് തന്നെ ഈ പുഴുവിനെ ഈ ലാർവയെ ഉപേക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് പ്രകൃതിയിൽ ഇങ്ങനെ ഇത്തരം ടോക്സിനുകൾ വിഷാംശങ്ങള് പ്രകൃതി അതിന്റെ അതിജീവനത്തിന് വേണ്ടി ഉപയോഗിച്ചു വരുന്നുണ്ട്. അത് കോടാനുകോടി വർഷങ്ങളിലൂടെ വികസിച്ചു വന്ന പരിണാമത്തിന്റെ ഭാഗമായി വികസിച്ചു വന്ന അതിജീവന തന്ത്രമാണ്. എന്നാൽ മനുഷ്യ ശരീരത്തില് ഇത്തരം ജനിതക ഇടപെടലുകൾ കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ജനിതക ഇടപെടലുകൾ നടത്തിയ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ടോക്സിനുകൾ അത് നമ്മുടെ ശരീരത്തെ പല രീതിയിൽ നശിപ്പിക്കുകയും ക്യാൻസറോജനിക് ആകാവുന്നവരെയുള്ള വിഷാംശങ്ങൾ ഉണ്ടാവാം എന്നും ഉള്ള ആശങ്ക ശാസ്ത്രലോകത്തിനുണ്ട്. അത് ഒക്കെ ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഈ ആരോഗ്യപരമായ ആശങ്കകളിൽ പെടുന്നത്. മറ്റൊന്ന് പരിസ്ഥിതിയിൽ വരുന്ന ആശങ്കകൾ. പരിസ്ഥിതിയിൽ വരുന്നത് സൂപ്പർ വീഡ്സ് ഉണ്ടാവും എന്നാണ്. സൂപ്പർ വീഡ്സ് എന്ന് പറഞ്ഞാൽ മാഷ് പറഞ്ഞു കളനാശിനികൾക്ക് പ്രതിരോധമുള്ള വിളകൾ ഉണ്ടാക്കുന്നു. ഈ കളനാശിനികൾക്ക് പ്രതിരോധമുള്ള വിളകൾ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കാം? കർഷകര് സൂക്ഷ്മതയോടെ അവധാനതയോടെ അടിച്ചിരുന്ന കളനാശിനികൾ ഒരു സൂക്ഷ്മതയില്ലാതെ അടിക്കാൻ തുടങ്ങി. അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ വിളകളെ അത് ബാധിക്കുന്നില്ല. അപ്പൊ വിളകളുടെ മുകളിൽ കളനാശിനി വീണാലും പ്രശ്നമില്ലാത്ത രീതിയിൽ യാതൊരു ആധാരതയില്ലാതെ അത് അടിക്കുകയും അങ്ങനെ വരുമ്പോൾ ചില സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ കളകൾ ഇതിന്റെ ഈ കളകൾ നശിക്കുന്നതിന് എതിരെ പ്രതിരോധങ്ങൾ വരികയും വളരെയധികം കളനാശിനി പ്രതിരോധിക്കാവുന്ന രീതിയിലുള്ള സൂപ്പർ വീടുകൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും കീടനാശിനികളുടെ ഉപയോഗം കൂടി വരികയാണ്. മറ്റൊന്ന് ജൈവ വൈവിധ്യത്തിന്റെ നാശം. ഇപ്പൊ നല്ല രീതിയിലുള്ള വളരെ കരുത്തുള്ള ഒരു ജനിതക ചെടി നമ്മൾ ഉണ്ടാക്കിയത് അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ലാബിൽ നിന്ന് കൃഷിയിടത്തിലേക്ക് വരികയും അങ്ങനെ വരുമ്പോൾ ഇതിനൊരു ഡൊമിനൻസ് ഒരു അധീശത്വം മറ്റ് സസ്യങ്ങളുടെ മേലുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ വഴുതനയൊക്കെ ഇന്ത്യ വഴുതനയുടെ ഒരു ജന്മദേശങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പൊ അത്തരം ഒരു പ്രദേശത്ത് ധാരാളം വഴുതനയുടെ ഇനങ്ങൾ ഉണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീടുകളിൽ തന്നെ പലതരം വഴുതനയുണ്ടതും ഉരുണ്ടതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വഴുതന ഇനങ്ങൾ നമുക്കറിയാം. നിറത്തിലുള്ള വ്യത്യാസം നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള ഇനങ്ങളുടെ ജൈവ വൈവിധ്യത്തെ തകർക്കത്തക്ക രീതിയിൽ വൻതോതിൽ ശക്തിയുള്ള അതീശത്വമുള്ള വിളകൾ ഉണ്ടാവുകയും അങ്ങനെ പ്രകൃതിയിലെ ജൈവ വൈവിധ്യം നശിച്ചു പോകും എന്നൊരു ആശങ്ക കൂടി ഈ കാര്യത്തിൽ ഉണ്ട്. മറ്റൊന്ന് മിത്രകീടങ്ങളുടെ നാശം. എന്താണ് മിത്രകീടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ ധാരാളം കീടങ്ങൾ നമ്മുടെ കൃഷിയെ സഹായിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പരാഗണം എന്ന വളരെ വിസ്മയകരമായ ഒരു പ്രതിഭാസം കൊണ്ടാണ് നമ്മുടെ ലോകം നിലനിൽക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തേനീച്ചകൾ നശിച്ചു പോയാൽ 60% സസ്യങ്ങളും നശിച്ചു പോകും എന്ന് പറയുന്നതാണ്. ഷഡ്പദങ്ങളുടെ ലോകം അത്രയും വലിയ ഒരു ലോകമാണ്.
അത് നമ്മളുടെ ആഹാരത്തെ അല്ലെങ്കിൽ മനുഷ്യന്റെ വിശപ്പ് മാറ്റുന്നതിലും ജന്തു ജീവജാലങ്ങളുടെ സസ്യജാലങ്ങളുടെ നിലനിൽപ്പിനും ആധാരം ആയതാണ്. അപ്പം ഈ ചില പുഴുക്കളെയും പ്രാണികളെയും ഷഡ്പദങ്ങളെയൊക്കെ നിയന്ത്രിക്കാനുള്ള ജീനുകളുള്ള ജനിതക ഇടപെടലുകൾ നടത്തിയിട്ടുള്ള സസ്യങ്ങളിൽ നിന്ന് ഈ മിത്രകീടങ്ങൾ കൂടി നശിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് അപകടകരമായ സാഹചര്യം ഉണ്ടാക്കും. അങ്ങനെ ഉള്ള ആശങ്കയും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക സാമ്പത്തികവും സാമൂഹികവുമായ ആശങ്കയാണ്. ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ചുരുങ്ങിയ സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളൂ. സാമ്പത്തികവും സാമൂഹികവും എന്ന് പറഞ്ഞാൽ കാർഷികോൽപ്പന്നങ്ങളും അവയുടെ വിതരണവും അവയുടെ ഉൽപാദനവും സംബന്ധിച്ച് വരുന്നതാണ്. കൃഷിക്കാരും ഒക്കെ ബന്ധപ്പെട്ടതാണ്. നമ്മളുടെ വിത്തുകൾ ഈ ജനിതക ഇടപെടലുകൾ നടത്തിയിട്ടുള്ള വിത്തുകൾ ഉണ്ടാക്കാൻ വലിയ വൻകിട കമ്പനികൾക്കാണ് കഴിയുക. ലോകത്തുള്ള വൻകിട കുത്തക കമ്പനികളാണ് ഇത്തരം വിത്തുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വിത്തുകൾ ഉണ്ടാക്കുമ്പോൾ അവർക്ക് എന്താ കർഷകന്റെ മേലെ ഒരു അധീശത്വം ഉണ്ടാവും. അതെങ്ങനെ ഉണ്ടാവുന്നത്? അവരുണ്ടാക്കുന്ന വിത്തുകളൊക്കെ അന്തക വിത്തുകളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടെർമിനേറ്റഡ് സീഡ്സ് കേട്ടിട്ടുണ്ടാവും. അന്തക വിത്തുകള് ഒരിക്കൽ മാത്രമേ വിളവെടുക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം അല്ലെങ്കിൽ അടുത്ത പൂൽ കൃഷി ഇറക്കണമെങ്കിൽ ഈ കമ്പനിയെ തന്നെ ആശ്രയിക്കേണ്ടതുണ്ട്. ആ കമ്പനിയിൽ നിന്ന് വിത്ത് വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനികള് കർഷകന്റെ മേലെ ഒരു അധീശത്വം സ്ഥാപിക്കുകയും കർഷകരെ വലിയ കടക്കണിയിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യും. നിങ്ങള് വിദർഭയിലെയും തെലങ്കാനയിലെയും കർഷകരുടെ ആത്മഹത്യകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അവരുടെ നിലവിളികളെ പറ്റി വന്ദന ശിവ എഴുതിയ ഒരു പുസ്തകമുണ്ട്. അത് സീഡ്സ് ഓഫ് സൂയിസൈഡ്, ആത്മഹത്യയുടെ വിത്തുകൾ എന്നാണ്. അപ്പൊ ഇത് അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് ഈ സാമ്പത്തികമായുള്ള സാധനം. പിന്നെ ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന കമ്പനികൾ, വലിയ കുത്തക കമ്പനികൾ, ഇപ്പൊ മൊൺസാന്റോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മൊൺസാന്റോ ആണ് ഒരു അമേരിക്കൻ കമ്പനി, വളരെ കുപ്രസിദ്ധി ആർജിച്ച കമ്പനിയാണ്. എന്താ ഞാൻ അങ്ങനെ പറയുന്നത്, 70കളില് വിയറ്റ്നാം യുദ്ധകാലത്ത് യുദ്ധ പോരാളികൾ, വിയറ്റ്നാമിലെ ആളുകള് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്ത സമയത്ത് അമേരിക്ക ഈ കുറ്റിക്കാടുകൾക്ക് മീതെ ഏജന്റ് ഓറഞ്ച് എന്ന ഒരു കളനാശിനി വിതറിയുണ്ട്. ടൺ കണക്കിന് കളനാശിനിയാണ് വിതറിയത്. ഹരിതകങ്ങൾ മുഴുവൻ നശിച്ച് നെയ്ക്കഡായി ഇവരെ പിടികൂടാം എന്നായിരുന്നു അമേരിക്ക വിചാരിച്ചത്. പക്ഷെ ചരിത്രം വേറെ ഒന്നാണ്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് മൊൺസാന്റോ ആണ് ഈ ഏജന്റ് ഓറഞ്ച് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ലാഭം മാത്രം കണക്കാക്കുന്ന ഒരു ടീമാണ്. ഇന്ത്യയിലാണെങ്കിൽ മൊൺസാന്റോ കൂടി ചേർന്നിട്ടാണ് മൊഹിക്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഇവരൊക്കെ നല്ല നല്ല വിത്തുകൾ പുറത്തിറക്കുന്നുണ്ട്. പക്ഷെ അവയ്ക്കൊക്കെ ഇത്തരത്തിലുള്ള കർഷകന്റെ മേലെ അധീശത്വം നേടാനുള്ള ചില ട്രിക്കുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജനിതക ഇടപെടലുകൾ നടത്തി അവർ ഇത്തരം ലാഭക്കൊതി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നീങ്ങുന്നുണ്ട്. അപ്പൊ ഇതും ഒരു വലിയ ആശങ്കയാണ്. പിന്നെ നമ്മളാണെങ്കിൽ നമ്മള് നഗരത്തിൽ എത്ര KFC ഉണ്ട്, കെൻറ്റുക്കി ഫ്രൈഡ് ചിക്കൻ്റെ എത്ര ഔട്ട്ലെറ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ നമുക്ക് ചെറുവയൽ രാമനെ പറ്റിയോ അദ്ദേഹം സൂക്ഷിക്കുന്ന 110 ഇനം നെല്ലുകളെ പറ്റിയോ നമുക്കറിയില്ല. അതിനെപ്പറ്റി ആലോചിക്കാറില്ല. ഈ KFC ചിക്കനിലൂടെയൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങളൊക്കെ അതിർത്തി കടന്നു വരുന്ന അനേകം ഇറക്കുമതി ചെയ്ത ഭക്ഷണങ്ങളിലൊക്കെ ഈ GM ഫുഡ്സ് ഉണ്ട്. എന്നാൽ ജനിതക മാറ്റം വരുത്തിയ സാധനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മൾ അറിയാതെയും അറിഞ്ഞും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ ഇതിന്റെ ഇരകളായി മാറുന്ന അവസ്ഥയും നിലവിലുണ്ട്.
അപ്പൊ അതിനായിട്ട് GM ലേബലിംഗ് ചെയ്യാം എന്ന് പറയും. യൂറോപ്പിലും അമേരിക്കയിലൊക്കെ 90% സാധനങ്ങളും GM ലേബലിംഗ്, അതായത് GM ജനറ്റിക്കലി മോഡിഫൈഡ് എന്നോ GMO എന്നോ എന്തെങ്കിലും ഒരു പിന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ആണ് എന്ന് പറയാവുന്ന ഒരു ലേബൽ ഉണ്ടെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. നമ്മളെ ആഹാരത്തെ തിരിച്ചറിയുക, എന്നുള്ളത് നമ്മളെ അവകാശമാണ്. നമ്മളുടെ ആഹാരശീലത്തിൽ എന്തെങ്കിലും നമ്മൾ പിന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ വളരെ അധികം അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. നമ്മുടെ ആഹാരത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റി നിർത്തണമെന്ന് ആരെങ്കിലും ശക്തമായി പറയുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആഹാരത്തെ തിരഞ്ഞെടുക്കാനും, അതായത് GM വേണമെങ്കിൽ വേണം എന്ന് പറയാനും വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാനും ഉള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടത്തക്ക രീതിയിൽ GM ലേബലിംഗ് നടത്തേണ്ടതുണ്ട്. ഈ ലേബലിംഗ് ഇല്ലാത്തതും ഇത്തരം വിഷയങ്ങൾക്ക് ഇത്തരം ആശങ്കകളെ മൂർച്ച കൂട്ടുന്ന ഒന്നാണ്. ഇതില് സുനിൽ സാറ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യം ഉള്ളത്, ലോകത്തിന്റെ പട്ടിണി മാറ്റാൻ GM ഫുഡ്സ് അത്യാവശ്യമാണ് എന്നാണ്. ഭക്ഷണശീലത്തില് അല്ലെങ്കിൽ ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കുന്നതില് നമുക്ക് ഹൈബ്രിഡ് വലിയ രീതിയിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. GM ഫുഡ്സും നമ്മളെ സഹായിക്കുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഭക്ഷണത്തിന്റെ വിതരണം അല്ലേ പ്രശ്നം എന്ന് നമുക്ക് തോന്നാറുണ്ട്, അല്ലെ? ധാരാളം ഒരു വശത്ത് ധാരാളം ഭക്ഷണം വേസ്റ്റ് ആക്കി പോകുന്നു, മറുവശത്ത് പട്ടിണി ഉണ്ടാകുന്നു. ഇപ്പൊ ലോകത്തിലെ ഭക്ഷണത്തിന്റെ വിതരണം പിന്നെ നല്ല രീതിയിൽ ഒരു സോഷ്യലിസ്റ്റ് അപ്രോച്ചിൽ എല്ലാവർക്കും തുല്യമായി കിട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ ഭക്ഷണം വേസ്റ്റ് ആക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാവുകയോ ചെയ്താൽ, സന്തോഷ് ഏച്ചിക്കാൻ ബിരിയാണി എന്ന കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഒരുപാട് ബിരിയാണി കുഴിച്ചു മൂടിയ ആ കഥ വായിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും നമ്മളൊക്കെ എത്ര ഭക്ഷണമാണ് വേസ്റ്റ് ആക്കുന്നത്. അപ്പൊ ഈ വേസ്റ്റ് ആക്കുന്ന ഭക്ഷണം കൂടി എല്ലാവർക്കും വിതരണം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായാൽ ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെയുള്ള ഇതിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ കഴിയും. അതിന് GM ഫുഡ്സ് തന്നെ വേണമോ എന്നുള്ളതിനെ പറ്റി ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ GM ഫുഡ്സ് ഉണ്ടാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഈ മേൽപ്പറഞ്ഞ ആശങ്കകൾ മുഴുവൻ ദൂരീകരിച്ചുകൊണ്ട് കുറച്ചുകൂടി കാലത്തെ പഠന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടും ഇതിനെ സുതാര്യമായ പ്ലാറ്റ്ഫോമിൽ പിന്നെ നിർത്തിക്കൊണ്ടും ഈ GM ഫുഡിനെ നമുക്ക് പിന്നെ സ്വീകരിക്കാവുന്നതാണ്. നന്ദി സജീവ് സർ. നമുക്ക് സമയപരിമിതി മൂലം ഒറ്റ കാര്യം, മറ്റൊന്ന് സാറ് വൈറ്റമിനെ പറ്റി പറഞ്ഞു. ഈ വൈറ്റമിൻ ഗോൾഡൻ റൈസിലെ പിന്നെ GM ജനറ്റിക്കലി മോഡിഫൈഡ് ആണ് ഗോൾഡൻ റൈസിൽ വൈറ്റമിൻ A ഉണ്ടെന്ന് പറയുന്നത്. വൈറ്റമിൻ A കിട്ടാൻ നമുക്ക് മുരിങ്ങന്റെ ഇല കഴിച്ചാൽ മതി, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അരിയിൽ തന്നെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നില്ല. എന്നാൽ അങ്ങനെ ശാസ്ത്ര പുരോഗതിയുടെ അല്ലെ ശാസ്ത്രത്തിന്റെ ഒരു നേട്ടത്തെ തള്ളിപ്പറയുന്നില്ല. പിന്നെ എങ്കിലും കൂടുതൽ കാലത്തെ പഠനങ്ങളും മറ്റ് രീതിയിലുള്ള പരീക്ഷണങ്ങളും ഇത് പിന്നെ പ്രകൃതിക്കോ മനുഷ്യനോ ദോഷകരമാവുന്നില്ല എന്ന് കണ്ടാൽ ഇത് അങ്ങേയറ്റം സ്വീകാര്യമാണ്. താങ്ക്സ്. നന്ദി സജീവ് സർ. നന്ദി സർ. സജീവ് സർ ഉന്നയിച്ചത് 3 ആശങ്കകളാണ്. ഒന്ന്, ഉയർന്നു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു. പിന്നീട് ഒന്നുള്ളത്, ആരോഗ്യ പ്രശ്നങ്ങളുടെ കൂടെ തന്നെ കാർഷികോൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്താതെ കുത്തക മുതലാളികൾക്ക് മാത്രം എത്തിപ്പെടുന്ന ഒരു സാമ്പത്തിക ലാഭമായി മാറുന്നതിന്റെ ഒരു കാഴ്ച കൂടിയാണ് സാർ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളും ഉന്നയിക്കുകയുണ്ടായി. ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി സാറിന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കാനായി മധുസൂദനൻ സാറിന് ഒരു 2 മിനിറ്റ് ക്ഷണിക്കാം. എനിക്ക് തോന്നുന്നു ടീച്ചർ വാച്ചിലേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ടോപ്പിക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ മാതിരി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ലൊരു അസൈൻമെൻ്റ് ആണ്. പക്ഷേ എന്നെ ഭയപ്പെടുത്തുന്ന കുറച്ച് മുതിർന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ചോദ്യം അഡ്രസ്സ് ചെയ്യാം. ഒപ്പം ഇതിനെല്ലാം യെസ് അതായിരിക്കും.
ശ്രോതാക്കൾക്ക് സമയം തരുന്നതായിരിക്കും സാറിന്റെ. ഞാൻ പറഞ്ഞതിന് ശേഷം മതി. ഓക്കെ, ഒരു മിനിറ്റ്. അല്ല, ഈ ഒരു എനിക്ക് തോന്നുന്നു ഇതിന്റെ പിന്നിലുള്ള ഈ ടോപ്പിക് ഇവിടെ തന്നതിന്റെ ഉദ്ദേശം ഇത്ര തന്നെ, ഇത് നല്ല ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്നുള്ളത്. അതിനകത്ത് ഞാൻ പറഞ്ഞതിനോട് സാറിനൊരു എതിരും സാറ് പറഞ്ഞതിനോട് എനിക്കും എതിര്. കാരണം ഞാൻ ഇതിൻ്റെ ഒരു വക്താവൊന്നുമല്ല. പക്ഷെ ഒരു പ്രസന്റ് ചെയ്യുമ്പോൾ ആൾക്കാർ ചിന്തിപ്പിക്കണമെങ്കിൽ ഇതിന്റെ രണ്ടു വശങ്ങളും പറയണം. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ സാറ് പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട്, ജിയോ ലാബൽ വേഴ്സസ് എക്കോ ലാബൽ ആൻഡ് GM ലാബൽ, നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ്. കാരണം നിങ്ങളെ നോബഡി ഫോഴ്സസ് യു. പക്ഷെ ഞാൻ സാറ് പറഞ്ഞ ഈ അലർജിക് പ്രശ്നം, പാല് കുടിച്ചാൽ അലർജി ഉണ്ടാവുന്നില്ല, മറു ചോദ്യമാണ്. അപ്പൊ ഇത് നമുക്ക് തർക്കിക്കാൻ ഒരുപാട് വിഷയങ്ങൾ. പോർക്ക് കഴിച്ചാൽ അലർജി ഇല്ലേ? പലർക്കും കഴിക്കാം, പലർക്കും പല ഭക്ഷണത്തിനോട് അലർജി ഉണ്ട്. അപ്പൊ അത് നമുക്കൊരു ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ പഠനം അനിവാര്യമാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ചർച്ച ഏറ്റവും കൂടുതൽ പോകേണ്ടത് നമ്മുടെ സ്റ്റാപ്പിൾ ഫുഡ്, മുഖ്യ വിളകൾ, അരി, ഗോതമ്പ്, ധാന്യങ്ങളായിരിക്കണം. മറ്റുള്ളതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്ന ഇത് ഭക്ഷണ സാധനങ്ങളിലേക്ക് GM വരണം. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഈ, പക്ഷെ അത് സക്സസ് ഒന്നും അല്ല. ഗോൾഡൻ റൈസ് ഒരു ലിമിറ്റഡ് സെൻസിൽ എക്സ്പെരിമെന്റൽ ലെവൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഒരു ലാർജ് സ്കെയിൽ അത് അഡാപ്റ്റ് ചെയ്യണം. അപ്പൊ അവിടെയാണ് പല ജീനും അതിനകത്തേക്ക് കൊണ്ടുവരണം. ഇപ്പൊ ഞാൻ പറഞ്ഞ ന്യൂട്രീഷൻ മാത്രം പോരാ, ക്ലൈമറ്റ് സ്മാർട്ട് ആയിട്ടുള്ള ഡ്രൗട്ടിനെ അതിജീവിക്കാനുള്ള, അപ്പൊ നെല്ലില് ആണെങ്കിൽ കളകളെയും ഒക്കെ അതിജീവിക്കാനുള്ള, ഇപ്പൊ നമ്മൾക്കൊക്കെ അറിയാം, നമ്മൾ കളയൊക്കെ ഒരു ചെറിയ ഒരു പ്രാദേശികമായിട്ട് നമ്മൾ ട്രഡീഷണൽ കൾട്ടിവേഷനിലൊക്കെ നമ്മൾ മാനുവലായിട്ട് നമ്മൾ ആരും കളനാശിനി ഒന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഒരു ലാർജ് സ്കെയിൽ ഒരു മെക്കനൈസ്ഡ് ഫാമിംഗിലേക്കൊക്കെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അവിടെയാണ് നമ്മുടെ ഗവൺമെന്റ് ആണ് അത് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നല്ലൊരു അതിനെ പറ്റിയിട്ട് ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പല ലോകത്ത് റിലീസ് ചെയ്ത പല GM വിളകളും നമ്മൾ ഇവിടെ റിലീസ് ചെയ്യാൻ അനുവദിക്കാത്തതും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന പല ഫ്രൂട്ട്സും, GM ഫ്രൂട്ട്സും, അതിനകത്തൊക്കെയുള്ള റെസിഡ്യൂവൽ ടോക്സിസിറ്റിയെ പറ്റിയിട്ടൊക്കെ നമുക്ക് വേണ്ടത്ര ധാരണയുണ്ടോ? നമ്മൾ അത് കഴിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ സോയാബീന്റെ കാര്യത്തിലൊക്കെ ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന ഫുഡിനകത്ത് തീർച്ചയായിട്ടും GMന്റെ അംശം വന്നിട്ടുണ്ടാവാം. പക്ഷെ അത് പഠനങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ മാത്രമേ അതിനെ തരണം ചെയ്യാൻ പറ്റൂ. അവിടെയാണ് സാറ് പറഞ്ഞ GM ലാബിൾഡ്, നോ വൺ ഈസ് ഫോഴ്സിങ് യു. നമുക്ക് പർച്ചേസിങ് ഇതുണ്ട് മാർക്കറ്റിൽ GM എന്നുള്ള, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓർഗാനിക് ലാബിൽ, ഓർഗാനിക് സർട്ടിഫൈഡ് ഓർഗാനിക് എന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ചോദ്യം വരും, അതിന് പ്രീമിയം പ്രൈസ് കൊടുക്കണം. അപ്പൊ ഇത് പർച്ചേസിങ്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്ന് മനുഷ്യന്റെ ബുദ്ധി, രണ്ടാമത്തെ പർച്ചേസിംഗ് പവർ, ഇതിന്റെ അവൈലബിലിറ്റി. ഇതിപ്പോ എല്ലാം നമ്മൾ സംസാരിക്കുന്നത്, ഇതൊന്നും നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. അപ്പൊ ഇതിനെ പറ്റിയിട്ട് അത് കൂടുതൽ വരുമ്പോൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിനി ശ്രോതാക്കൾക്ക് സമയം കൊടുക്കാനായിട്ടുണ്ട്. മൈക്കൊന്ന് പാസ് ചെയ്യാം. എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ. ഈ GM ഫുഡിനെ പറ്റിയുള്ള ഏത് ചർച്ചയിലും നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഇപ്പോൾ നടന്നു വരുന്ന അഗ്രികൾച്ചർ ഉണ്ടല്ലോ, ആ അഗ്രികൾച്ചറിൽ ഇല്ലാത്തതായിട്ടുള്ള എന്ത് ഡേഞ്ചറാണ് GMനുള്ളത്. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി നാശമൊക്കെ തന്നെ ലാർജ് സ്കെയിൽ അഗ്രികൾച്ചർ എവിടെയുണ്ടെങ്കിലും അവിടെ ഉള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇഫ് അറ്റ് ഓൾ ചില GM വിളകളിലെങ്കിലും പെസ്റ്റിസൈഡ് യൂസ് കുറയുകയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല ബയോഡൈവേഴ്സിറ്റി പുതിയ, നമ്മൾ പറഞ്ഞല്ലോ ചെറുവയൽ രാമന്റെ അനേക വിത്തുകൾ, ആ വിത്തുകൾ എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കുക? ഇതിൽ നമുക്ക് ആവശ്യമുള്ള സംഗതികൾ എടുത്തുകൊണ്ട് ഹൈബ്രിഡൈസ് ചെയ്ത് വിളകൾ ഉണ്ടാക്കാൻ ഒരുപാട് സമയമെടുക്കും. നേരെ മറിച്ച് ഇന്ന് നമുക്ക് അത് മുഴുവൻ ജനോം സീക്വൻസ് ചെയ്തിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ ആവശ്യമുള്ള സാധനങ്ങൾ, ജനോം സീക്വൻസിങ് ടെക്നോളജി എത്രമാത്രം വളർന്നു കഴിഞ്ഞു, അത് ഉപയോഗിച്ചുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടുള്ള വിത്തുകളും വിളകളും ഒക്കെ തന്നെ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ഇത് നമ്മൾ ആ ദോഷം പറയുമ്പോൾ അലർജി എല്ലാം ബാക്കിയുള്ള എല്ലാ അഗ്രികൾച്ചറിലും ഉള്ളത് തന്നെ ഉള്ളൂ. അതിനേക്കാൾ കൂടുതലായിട്ട് GM ടെക്നോളജി ഉപയോഗിച്ചത് കൊണ്ട് മാത്രം ഒരു ഇത് വരുന്നില്ല.
പിന്നെ അന്തകവിത്തിന്റെ കാര്യം പറഞ്ഞു, അതൊക്കെ തന്നെ തീർച്ചയായിട്ടും ബാൻ ചെയ്യേണ്ടതാണ്. ആ കാര്യങ്ങൾ നോക്കി പരിശോധിച്ചു. പക്ഷെ GM-നെതിരെയുള്ള ഒരു ക്യാമ്പയിൻ പലപ്പോഴും വന്ദന ശിവയൊക്കെ പറയുന്ന ക്യാമ്പയിൻ പലതും അസത്യങ്ങളും തെറ്റായ സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങും വെച്ചുള്ള അങ്ങനെയുള്ള ക്യാമ്പയിൻ ചെയ്യരുത്. നേരെ മറിച്ച് ബാക്കിയുള്ള ലേബലിങ്ങിനെ പറ്റി പൂർണ്ണമായിട്ടും ഞാൻ അഗ്രി ചെയ്യുന്നു. അത് കുറച്ച് ആ രീതിയിൽ വേണം. ഒരു ബ്ലൈൻഡ് ക്യാമ്പയിൻ ഒരിക്കലും ഗുണം ചെയ്യില്ല. സർ, എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രകൃതിയിൽ ശാസ്ത്രം ഇടപെടുന്ന സമയത്ത് എസ്പെഷ്യലി ഈ ലിവിങ് ഓർഗാനിസംസിൻ്റെ ജനറ്റിക് മേക്കപ്പിൽ ഓൾട്ടറേഷൻ വരുത്തുന്നത് എത്രത്തോളം എത്തിക്കലി ജസ്റ്റിഫയബിൾ ആണെന്നാണ്. ആ ഒരു മോറൽ ബൗണ്ടറി ഉണ്ടല്ലോ, അത് നമ്മൾ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ സജീവ് സാറിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇങ്ങനെ ഓൾട്ടറേഷൻ വരുത്തിയ GM ക്രോപ്സിൽ നിന്നും വൈൽഡ് ക്രോപ്സിലേക്കുള്ള ജീൻ ഫ്ലോ എത്രത്തോളം ഉണ്ട്, അതിനെക്കുറിച്ച് എന്തെങ്കിലും സ്റ്റഡീസ് നടന്നിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ ഒരുപാട് ആശങ്കകൾ ഇവിടെ പങ്കുവെച്ചു. അതിലേക്ക് 1-2 പോയിന്റും കൂടി ഒരു സംശയം എന്നുള്ള രീതിയിൽ ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ അകത്ത് ബോഡിയിൽ നടക്കുന്ന ലോങ് ടേം ഇഫക്ട്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ മൈക്രോബ്സിൽ, ഇപ്പോൾ നമ്മൾ ഈ GM ക്രോപ്സ് സോയിലിൽ ആണല്ലോ വളർത്തുന്നത്, അപ്പോൾ അതിൽ മൈക്രോബ്സിന് എന്തെങ്കിലും ഇഫക്ട്സ് ഉണ്ടോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും സ്റ്റഡീസ് വന്നിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് നമുക്കുണ്ട്. അപ്പോൾ ഒന്ന് അതിനെക്കുറിച്ചും കൂടി ഒരു അധികം സമയം നമുക്കില്ല എന്നറിയും. ഇത് വളരെ വലിയൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. വിദ്യാർത്ഥിനികളിൽ നിന്നും ഒരു ചോദ്യമാണ് പ്രതീക്ഷിക്കുന്നത്. പെട്ടെന്ന് തന്നെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഒരു 3 മിനിറ്റിനകം ചർച്ചകൾ. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ടാണ് നമ്മൾ വളരേണ്ടത്. നമ്മൾ ചോദ്യം ചോദിക്കാം. സുനിത, ഇല്ല, ഇതിൽ KP രവീന്ദ്രൻ സാർ പോലെ ഉള്ള ആളുകളൊക്കെ വേദിയിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും അധിക പ്രസംഗം നടത്തില്ലായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്ഥാനം. ഇതിൽ ഇത്രയേ ഉള്ളൂ. മാമൊക്കെ ചോദിച്ച പോലെ തന്നെ ഇതിൽ പഠനങ്ങൾ വളരെ അനിവാര്യമാണ്. തീർത്തും അപര്യാപ്തമായ ഒരു കാലഘട്ടം ഇതിൽ വന്നിട്ടുള്ളൂ, പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ. എന്നാൽ ഇത് മനുഷ്യനെയും സസ്യലോകത്തെയും ജന്തുലോകത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒരുപാട് ഇഷ്യൂസിന് സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു സംശയത്തിന്റെ ആനുകൂല്യം നൽകിക്കൊണ്ട് ഇവയെ നമുക്ക് സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതാണ് പിന്നെ ഇതിൽ പറയാനുള്ളത്. ഇത്തരം ജീൻ പൂളിൽ നിന്നുള്ള ഫ്ലോയും അത് മുഖേന സംഭവിക്കാവുന്ന പ്രശ്നങ്ങളും ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ തീവ്രമായ പഠനം നടക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് ഇതിനെ ഖണ്ഡിക്കുന്ന ആൾക്കാർക്ക് ഉള്ള ആശങ്ക. ഡോക്ടർ വന്ദന ശിവയൊക്കെ പിന്നെ പുസ്തകത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളോടൊന്നും ചിലപ്പോൾ നമുക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ കുത്തക കമ്പനികൾ പിന്നെ മനുഷ്യൻ്റെ ആരോഗ്യത്തെയും അല്ലെങ്കിൽ പിന്നെ ലോകത്തിൻ്റെ സുസ്ഥിരമായ വികാസത്തെ പറ്റിയും ഒക്കെ ആലോചിക്കുമെന്ന് നമ്മൾ കരുതുന്നത് ശുദ്ധ മണ്ടത്തരാണ്. അവർ ലാഭത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലുള്ള ഇടപെടലുകൾ ഒന്ന് അത്തരം കുത്തക കമ്പനികളിൽ നിന്ന് മോചിപ്പിക്കുകയും നമ്മുടെ യൂണിവേഴ്സിറ്റികളും മറ്റ് കേന്ദ്രങ്ങളും ഗവൺമെൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് അത്തരം പഠന പ്രവർത്തനങ്ങളെ കൊണ്ടുവരികയും മനുഷ്യനോടുള്ള ആശങ്ക സീരിയസ് ആയിട്ട് എടുക്കുന്ന തലത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറ് ചോദിച്ചതിനോട് എനിക്ക് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ വിഷയത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ചോദ്യമായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു പുതിയൊരു സങ്കേതം തന്നെയുണ്ട്, ഇഡിയോടൈപ്പ് റീഡിംഗ്. ഇഡിയോടൈപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഐഡിയൽ മോഡൽ പ്ലാൻ, നമുക്ക് വേണ്ടുന്ന പല ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമാവുന്ന രീതിയിൽ ഈവൻ ബ്രീഡേഴ്സ് ആ രൂപത്തിൽ ചിന്തിക്കുകയും അത് കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് വരുന്നു. അവിടെ ആണ് തമാശക്കാണെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മൾ നാട്ടിൻ പുറത്ത് ഇപ്പോൾ പട്ടിശല്യം വളരെ രൂക്ഷമാണ്.
അല്ലേ? നമ്മൾ പട്ടികളോട് സ്നേഹമൊക്കെ വേണം, അതൊരു വശത്താണ്. അതിൻ്റെ അർത്ഥം നമ്മളെ നാട്ടിലെ ജനങ്ങളെ പട്ടി കടിപ്പിക്കാൻ വേണ്ടി വിടണമെന്നുള്ള രീതി മാതിരി തന്നെയാണ് ഈ ഒരു ടോപ്പിക്കും ഇനിയും നമ്മൾ സമീപിക്കേണ്ടത്. കാരണം ഒരുപാട് ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കൊടുക്കുവാൻ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ നിറവേറ്റേണ്ടതായിട്ടുള്ള ബാധ്യതയാണ്. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അതിനാനുപാതികമായിട്ട് ഭക്ഷണം കൊടുത്തേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അതിലെ ജനങ്ങളെ എല്ലാവരെയും കൃഷി ഓരോ വ്യക്തിയുടെയും നമ്മൾ എന്താണ് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങേണ്ടത്. പിന്നെ ചെറുവയൽ സാറ് പറഞ്ഞ മാതിരി ചെറുവയൽ രാമൻ ചേട്ടനൊക്കെ നമ്മളെ അംഗീകരിച്ചതാണ്. അത് നമുക്ക് വേറെ രീതിയിലും ട്രഡീഷണൽ വെറൈറ്റീസ് ഒക്കെ ജീൻ ബാങ്ക് എന്നുള്ള കൺസെപ്റ്റ്, സീഡ് ബാങ്ക്, ജീൻ ബാങ്ക് കൺസെപ്റ്റ് ഗവൺമെന്റ് തലത്തിൽ നടപ്പിലാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസർവ് ചെയ്യാം. അപ്പോൾ അവര് ഓൺ ഫാം കൺസർവേഷൻ നടത്തുന്നതുള്ള സത്യമാണ്. ഓൺ ഫാം അല്ല എങ്കിൽ ജീൻ ബാങ്ക് എന്നുള്ള ഓഫ് ഫാമിൽ നമുക്ക് അതൊക്കെ ആ വെറൈറ്റീസ് കൺസർവ് ചെയ്യാം. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ ഒരു വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റാണ്. ഫ്യൂച്ചർ ബ്രീഡിംഗ് പ്രോഗ്രാമിന് വന്യജനുസുകൾ അത്യാവശ്യമാണ്. അപ്പൊ അത്തരത്തിൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ഇതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ കിടക്കുന്ന ബ്രസീലിയൻ തിപ്പലി ആണ് കേരളത്തിലെ പന്നിയൂര് 1 എന്ന് പറയുന്ന ഏറ്റവും ഉൽപാദന ശേഷിയുള്ള കുരുമുളകിനെ രക്ഷിച്ചത്. കാരണം എന്താണ്? കുരുമുളകിൽ ക്വിക്ക് വിൽറ്റ് രോഗം വരും, അതിനെ അതിജീവിക്കാൻ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? ഈ പറയുന്ന ബ്രസീലിയൻ തിപ്പലിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫ്റ്റ് ചെയ്താൽ മതി. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഓൺലി തിങ് നമ്മൾ ഇതൊക്കെ പഠിച്ച് കുറെ കാര്യങ്ങൾ വായിക്കണം, ചിന്തിക്കണം. സാറ് പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ഈ ഡിബേറ്റിൽ ഏറ്റവും കാതലായ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ നമ്മൾ അവതരിപ്പിക്കുമ്പോഴാണ് നമ്മുടെ റിസർച്ചേഴ്സിന് അതിനെപ്പറ്റി ചിന്തിക്കുവാനും അതിനുള്ള പ്രതിവിധിയായിട്ടുള്ള റിസർച്ചിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ വിമർശനങ്ങളെ ഭയപ്പെടേണ്ടത് ആവശ്യമില്ല. വിമർശനങ്ങളാണ് സത്യത്തിൽ നമ്മുടെ ഒരു ആക്ച്വൽ റിസർച്ചിലേക്ക്, അതായത് പ്രോബ്ലത്തിൽ നിന്നാണ് നമ്മൾ ഒരു സൊല്യൂഷൻ ഓറിയന്റഡ് റിസർച്ച് എന്നുള്ള രീതിയിൽ ഈ എന്താണ് നമ്മുടെ GM ഭക്ഷ്യവിഭവങ്ങൾ എത്രമാത്രം സേഫ് ആണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം അജ്ഞതയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ അറിയാതെ കഴിച്ചാൽ അതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നം വരില്ലേ എന്നാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. വളരെ നന്ദിയുണ്ട് സർ. ഇത് വളരെ കുറഞ്ഞൊരു സമയമാണ് ഇതുപോലൊരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട്. അപ്പോൾ GM ക്രോപ്സ് അല്ലെങ്കിൽ ജനിതകമായി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സിന് ഒരുപാട് തരത്തിലുള്ള ഒരു ശാസ്ത്രത്തിന്റെ വലിയൊരു കുതിച്ചുകയറ്റം തന്നെയാണ്. നമ്മുടെ വർദ്ധിച്ചു വരുന്ന തലമുറ ഈ ഒരു പോപ്പുലേഷൻ ഈ ഭക്ഷ്യ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഉയർന്നു വരുന്ന ഒരുപാട് ആശങ്കകളുണ്ട്. അപ്പോൾ ശാസ്ത്രത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ വഴി ഇതിൽ ഉണ്ടാവുന്ന എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുന്ന തരത്തിൽ പൊതുജനങ്ങളിലേക്ക് സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളോടുകൂടി ഉള്ള കൃത്യമായ അവയർനെസ് കൊടുത്തുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ തുടരണം. പക്ഷേ ഇത് വേണോ വേണ്ടയോ ഒന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടത് കൊണ്ട് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കോർത്തിണക്കി കൂടെ നമുക്ക് പറയാൻ പറ്റുന്ന ശാസ്ത്രത്തിന്റെ വലിയൊരു കുതിച്ചുകയറ്റം, ആശങ്കകൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടലുകൾ, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു ചർച്ച ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, ഇതുപോലൊരു ചർച്ചാ വിഷയം അവതരിപ്പിക്കാനായിട്ട് ആർട്സ് കോളേജ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാരവാഹികൾ ഒരു അവസരം തന്നതിന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഇത് എല്ലാവർക്കും നന്ദി, നമസ്കാരം.